ആദ്യത്തെ ചോദ്യം, പൊടി, തരി ഈ അർത്ഥം വരുന്ന ഒരു പദം ഏതാണ് ആ പദം? ഉത്തരം കരട്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 41-ാം വാക്യം. അടുത്ത ചോദ്യം, സത്രം എന്നർത്ഥം വരുന്ന ഒരു പദം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം. ഏതാണ് ആ പദം? ഉത്തരം വഴിയമ്പലം. ലൂക്കോസിന്റെ സുവിശേഷം 2:7. അടുത്ത ചോദ്യം, ഒരു കൃഷിയായുധം ഏതാണ്? ഉത്തരം കലപ്പ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വാക്യം. അടുത്ത ചോദ്യം, ലൂക്കോസ് 7 മുതൽ 11 വരെയുള്ള പാഠഭാഗങ്ങളിൽ ഏറ്റവും വലിയ അധ്യായം ഏത്? എത്ര വാക്യം? ഉത്തരം അധ്യായം 9. 62 വാക്യങ്ങളാണ് 9-ാം അധ്യായത്തിലുള്ളത്. അടുത്ത ചോദ്യം, യാചന, ഇരക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദം ഏതാണ്? ഉത്തരം ഭിക്ഷ. ലൂക്കോസ് 11:41. അടുത്ത ചോദ്യം, ദൂതന്റെ വാക്ക് കേട്ട് ഭ്രമിച്ചത് ആരാണ്? ഉത്തരം മറിയ. ലൂക്കോസ് 1:27. അടുത്ത ചോദ്യം, ഉയരത്തിൽ നിന്ന് സന്ദർശിച്ചത് എന്താണ്? ഉത്തരം ഉദയം. ലൂക്കോസ് 1:79. അടുത്ത ചോദ്യം, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രയേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. ആരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. ലൂക്കോസ് 1:63 മുതൽ 80 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സെഖര്യാവും എലിശബത്തും എന്തിലൊക്കെയാണ് കുറ്റമില്ലാത്തവരായി നടക്കുന്നത്? ഉത്തരം കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും. ലൂക്കോസ് 1:6. അടുത്ത ചോദ്യം, ആരാണ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നവൻ? ഉത്തരം സ്നാപയോഹന്നാൻ. ലൂക്കോസ് 1:13, 15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ജനം കാത്തിരുന്നത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം സെഖര്യാ പുരോഹിതന് വേണ്ടി. ലൂക്കോസ് 1:21. അടുത്ത ചോദ്യം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു ആരുടെ വാക്കുകളാണ്? ഉത്തരം മറിയയുടെ. ലൂക്കോസ് 1:46, 49 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കിയത് ആരെയാണ്? ഉത്തരം പ്രഭുക്കന്മാരെ. ലൂക്കോസ് 1:52. അടുത്ത ചോദ്യം, ധൂപം കാട്ടുന്ന നാഴികയിൽ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ ആരാണ്? ഉത്തരം ജനസമൂഹമൊക്കെയും. ലൂക്കോസ് 1:10. അടുത്ത ചോദ്യം, സെഖര്യാവിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം എലീശബത്ത്. ലൂക്കോസ് 1-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടതു എന്ന് തമ്മിൽ ആലോചന കഴിച്ചവർ ആരാണ്? ഉത്തരം ശാസ്ത്രിമാരും പരീശന്മാരും. ലൂക്കോസ് 6:7, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പരിശുദ്ധാത്മാവ് ഏത് രൂപത്തിലാണ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നത്? ഉത്തരം ദേഹരൂപത്തിൽ. ലൂക്കോസ് 3:22. അടുത്ത ചോദ്യം, യോധ ആരുടെ മകനാണ്? ഉത്തരം യോഹന്നാൻ. ലൂക്കോസ് 3:27. അടുത്ത ചോദ്യം, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വിപ്പിൻ. ഇങ്ങനെ പറഞ്ഞത് ആരോടാണ്? ഉത്തരം പടജനത്തോട്. ലൂക്കോസ് 3:14.
അടുത്ത ചോദ്യം, അബിലേനയിലെ ഇടപ്രഭു ആരാണ്? ഉത്തരം ലുസാനിയാസ്. ലൂക്കോസ് 3:1-2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നവൻ ആരാണ്? ഉത്തരം ശിമ്യോൻ. ലൂക്കോസിന്റെ സുവിശേഷം 2:25-27 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സമുദ്രതീര പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സോറും സീദോനും. ലൂക്കോസ് 6:17. അടുത്ത ചോദ്യം, മുള്ളിൽ നിന്ന് ശേഖരിക്കാത്ത പഴം ഏതാണ്? ഉത്തരം അത്തിപ്പഴം. ലൂക്കോസ് 6:44. അടുത്ത ചോദ്യം, യേശുവിന് വലിയ വിരുന്നൊരുക്കിയത് ആരുടെ വീട്ടിലാണ്? ഉത്തരം ലേവിയുടെ. ലൂക്കോസിന്റെ സുവിശേഷം 5:29 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം പിശാച്. ലൂക്കോസിന്റെ സുവിശേഷം 4:3. അടുത്ത ചോദ്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങിച്ചെന്നത് എവിടേക്കാണ്? ഉത്തരം ഗലീലയിലേക്ക്. ലൂക്കോസ് 4:14 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെയെന്ന് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞത്? ഉത്തരം അശുദ്ധ ഭൂതം ബാധിച്ച മനുഷ്യൻ. ലൂക്കോസ് 4:33-34 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നിരന്ന വഴിയായി തീരുന്നത് എന്താണ്? ഉത്തരം ദുർഘടമായത്. ലൂക്കോസ് 3:5 വാക്യം. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ മകൻ ആരാണ്? ഉത്തരം ആദാം. ലൂക്കോസ് 3:38. അടുത്ത ചോദ്യം, ആരെയാണ് കർത്താവിൻ്റെ തേജസ് ചുറ്റി മിന്നിയത്? ഉത്തരം ഇടയന്മാരെ. ലൂക്കോസ് 2:8-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹന്ന പ്രവാചകി ഭർത്താവിനോടൊപ്പം എത്ര സംവത്സരം കഴിച്ചു? ഉത്തരം 7. ലൂക്കോസിന്റെ സുവിശേഷം 2:36 വാക്യം. അടുത്ത ചോദ്യം, യേശു ആരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് അമ്മയപ്പന്മാർ ഊഹിച്ചത്? ഉത്തരം സഹയാത്രക്കാരുടെ. ലൂക്കോസിന്റെ സുവിശേഷം 2:44 വാക്യം. അടുത്ത ചോദ്യം, യേശു ആരുടെ നടുവിലിരിക്കുന്നതാണ് അമ്മയപ്പന്മാർ കണ്ടത്? ഉത്തരം ഉപദേഷ്ടാക്കന്മാരുടെ. ലൂക്കോസിന്റെ സുവിശേഷം 2:46 വാക്യം. അടുത്ത ചോദ്യം, ഒരു വിരൽ കൊണ്ട് പോലും ചുമടുകളെ തൊടാത്തവർ ആരാണ്? ഉത്തരം ന്യായശാസ്ത്രിമാർ. ലൂക്കോസ് 11:46 വാക്യം. അടുത്ത ചോദ്യം, പരീശന്മാർ വിട്ടുകളയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ന്യായവും ദൈവസ്നേഹവും. ലൂക്കോസ് 11:42. അടുത്ത ചോദ്യം, ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ ഉറപ്പോടെ ഇരിക്കുന്നത് എന്താണ്? ഉത്തരം വസ്തുവക. ലൂക്കോസ്
21 വാക്യം. അടുത്ത ചോദ്യം, യേശു വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ അവൻ്റെ അടുക്കൽ ആരെയാണ് ശതാധിപൻ അയച്ചത്? ഉത്തരം, യഹൂദന്മാരുടെ മൂപ്പന്മാരെ. ലൂക്കോസ് 7-3 വാക്യം. അടുത്ത ചോദ്യം, മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്നവർ ഉള്ളത് എവിടെയാണ്? ഉത്തരം, രാജധാനികളിൽ. ലൂക്കോസിന്റെ സുവിശേഷം 7-25 വാക്യം. അടുത്ത ചോദ്യം, എന്താണ് തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, ജ്ഞാനം. ലൂക്കോസിന്റെ സുവിശേഷം 7-35 വാക്യം. അടുത്ത ചോദ്യം, പാറമേൽ വീണ വിത്ത് ഉണങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? ഉത്തരം, നനവില്ലായ്കയാൽ. ലൂക്കോസിന്റെ സുവിശേഷം 8-6 വാക്യം. അടുത്ത ചോദ്യം, നല്ല നിലത്ത് വീണ് മുളച്ച വിത്ത് എത്രയാണ് ഫലം കൊടുത്തത്? ഉത്തരം, 100 മേനി. ലൂക്കോസിന്റെ സുവിശേഷം 8-8 വാക്യം. അടുത്ത ചോദ്യം, ഗലീലയ്ക്ക് നേരെയുള്ള ദേശം ഏതാണ്? ഉത്തരം, ഗെരസന്യ ദേശം. ലൂക്കോസിന്റെ സുവിശേഷം 8-26. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞവർ ആരാണ്? ഉത്തരം, പരീശന്മാരും ന്യായശാസ്ത്രിമാരും. ലൂക്കോസ് 7-30 വാക്യം. അടുത്ത ചോദ്യം, ഭൂതങ്ങൾ അല്ലെങ്കിൽ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ കാടുകളിലേക്ക് ഓടിച്ചത് ആരാണ്? ഉത്തരം, ഭൂതം. ലൂക്കോസിന്റെ സുവിശേഷം 8-29 വാക്യം. അടുത്ത ചോദ്യം, യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടവർ ആരാണ്? ഉത്തരം, പുരുഷാരം. ലൂക്കോസ് 8-40 വാക്യം. അടുത്ത ചോദ്യം, മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷരായി എന്താണ് സംസാരിച്ചത്? ഉത്തരം, യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച്. ലൂക്കോസ് 9-31. അടുത്ത ചോദ്യം, എപ്പോഴാണ് യേശുവിനെ തനിയെ കണ്ടത്? ഉത്തരം, ശബ്ദമുണ്ടായ നേരത്ത്. ലൂക്കോസ് 9-36. അടുത്ത ചോദ്യം, നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം, യോഹന്നാൻ. ലൂക്കോസ് 9-49. അടുത്ത ചോദ്യം, ഊമൻ സംസാരിച്ചത് എപ്പോഴാണ്? ഉത്തരം, ഭൂതം വിട്ടുപോയ ശേഷം. ലൂക്കോസ് 11-14. അടുത്ത ചോദ്യം, മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീണത് ആരാണ്? ഉത്തരം, സാത്താൻ. ലൂക്കോസ് 10-18. അടുത്ത ചോദ്യം, ആരോടാണ് അധികം ചോദിക്കുന്നത്? ഉത്തരം, അധികം ഏറ്റുവാങ്ങിയവനോട്. ലൂക്കോസ് 12-48. അടുത്ത ചോദ്യം, എന്തിലാണ് കാര്യവിചാരകന് പ്രാപ്തിയില്ലാത്തത്? ഉത്തരം, കിളപ്പാൻ. ലൂക്കോസ് 16-3. അടുത്ത ചോദ്യം, മനുഷ്യരുടെ മുൻപിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ എന്താണ്? ഉത്തരം, അറപ്പ്. ലൂക്കോസ് 16-15. അടുത്ത ചോദ്യം, 2 കാശിന് എത്ര കുരുകിൽ കിട്ടും? ഉത്തരം, 5. ലൂക്കോസ് 12-7.
അടുത്ത ചോദ്യം, ഇവൻ പാപികളെ കൈക്കൊണ്ട് ഇവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്തവർ ആരാണ്? ഉത്തരം, പരീശന്മാരും ശാസ്ത്രിമാരും. ലൂക്കോസ് 15:2. അടുത്ത ചോദ്യം, യേശു ആരോടാണ് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചത്? ഉത്തരം, ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും. ലൂക്കോസ് 14:3. അടുത്ത ചോദ്യം, ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചവർ എത്ര പേരാണ്? ഉത്തരം, 18 പേർ. ലൂക്കോസ് 13:4. അടുത്ത ചോദ്യം, എന്താണ് പരീശന്മാരുടെ പുളിച്ച മാവ്? ഉത്തരം, കപടഭക്തി. ലൂക്കോസ് 12:1. അടുത്ത ചോദ്യം, ഭയപ്പെടേണ്ടത് ആരെയാണ്? ഉത്തരം, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ. ലൂക്കോസ് 12:5. അടുത്ത ചോദ്യം, ഉടുപ്പിനേക്കാൾ വലുത് എന്താണ്? ഉത്തരം, ശരീരം. ലൂക്കോസ് 12:23. അടുത്ത ചോദ്യം, അവ അധ്വാനിക്കുന്നില്ല എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, താമരയെക്കുറിച്ച്. ലൂക്കോസ് 12:27. അടുത്ത ചോദ്യം, ഹൃദയമിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം, നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ലൂക്കോസ് 12:34. അടുത്ത ചോദ്യം, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങിയാൽ എന്തുവരും? ഉത്തരം, പെരുമഴ. ലൂക്കോസ് 12:54. അടുത്ത ചോദ്യം, അത്തിവൃക്ഷം നട്ടത് എവിടെയാണ്? ഉത്തരം, മുന്തിരിത്തോട്ടത്തിൽ. ലൂക്കോസ് 13:6. അടുത്ത ചോദ്യം, ആരാണ് ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? ഉത്തരം, കൂനിയായ സ്ത്രീ. ലൂക്കോസ് 13:11-13 അടുത്ത ചോദ്യം, പുളിച്ച മാവ് ഒരു സ്ത്രീ എടുത്ത് എത്ര പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചത്? ഉത്തരം, 3 പറ മാവിൽ. ലൂക്കോസ് 13:21. അടുത്ത ചോദ്യം, ധനവാനായ ഒരു മനുഷ്യൻ ധരിച്ചിരുന്നത് എന്തൊക്കെയാണ്? ഉത്തരം, ധൂമ്രവസ്ത്രവും പട്ടും. ലൂക്കോസ് 16:19. അടുത്ത ചോദ്യം, ലൂക്കോസ് 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പക്ഷികൾ ഏവ? ഉത്തരം, കാക്ക, കുരുകിൽ, കോഴി. ലൂക്കോസ് 12:7, 12:24, 13:34. അടുത്ത ചോദ്യം, ക്ഷമ കൊണ്ട് എന്ത് നേടും? ഉത്തരം, പ്രാണൻ. ലൂക്കോസ് 21:19. അടുത്ത ചോദ്യം, ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം, പത്രോസ്. ലൂക്കോസ് 18:28. അടുത്ത ചോദ്യം, യഹൂദ്യയിലുള്ളവർ ഓടിപ്പോകുന്നത് എവിടേക്കാണ്? ഉത്തരം, മലകളിൽ. ലൂക്കോസ് 21:21. അടുത്ത ചോദ്യം, എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ എന്താകുന്നു? ഉത്തരം, പ്രതികാരകാലം. ലൂക്കോസ് 21:22. അടുത്ത ചോദ്യം, എവിടെയാണ് വലിയ ഞെരുക്കം ഉണ്ടാകുന്നത്? ഉത്തരം, ദേശത്ത്. ലൂക്കോസ് 21:23. അടുത്ത ചോദ്യം, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം
ഭൂമിയിലെ ജാതികൾക്ക് എന്തുണ്ടാകും? ഉത്തരം നിരാശയോട് കൂടിയ പരിഭ്രമം. ലൂക്കോസ് 21:25. അടുത്ത ചോദ്യം, രാത്രി യേശു പാർക്കുന്നത് എവിടെയാണ്? ഉത്തരം ഒലിവുമലയിൽ. ലൂക്കോസ് 21:37. അടുത്ത ചോദ്യം, കല്ലിന്മേൽ മൂലക്കല്ല് വീഴുന്ന ഏവനും എന്ത് സംഭവിക്കും? ഉത്തരം തകർന്നു പോകും. ലൂക്കോസ് 20:18. അടുത്ത ചോദ്യം, ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടവൻ ആരാണ്? ഉത്തരം സക്കായി. ലൂക്കോസ് 19:5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരാണ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയത്? ഉത്തരം കുലീനനായൊരു മനുഷ്യൻ. ലൂക്കോസ് 19:12 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം പുരുഷാരത്തിൽ ചില പരീശന്മാർ. ലൂക്കോസ് 19:39 വാക്യം. അടുത്ത ചോദ്യം, ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചവൻ ആരാണ്? ഉത്തരം പരീശൻ. ലൂക്കോസ് 18:11-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സഹോദരൻ പിഴച്ചാൽ അവനെ എന്ത് ചെയ്യണം? ഉത്തരം ശാസിക്കാൻ. ലൂക്കോസ് 17:3. അടുത്ത ചോദ്യം, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് കർത്താവിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം അപ്പോസ്തലന്മാർ. ലൂക്കോസ് 17-5 വാക്യം. അടുത്ത ചോദ്യം, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം പരീശന്മാർ. ലൂക്കോസ് 17:20. അടുത്ത ചോദ്യം, എന്താണ് ആകാശത്തിന് കീഴിൽ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത്? ഉത്തരം മിന്നൽ. ലൂക്കോസിന്റെ സുവിശേഷം 17-24 വാക്യം. അടുത്ത ചോദ്യം, യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ പ്രത്യക്ഷനായത് ആരാണ്? ഉത്തരം സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ. ലൂക്കോസ് 22-43 വാക്യം. അടുത്ത ചോദ്യം, നായകൻ ആരെപ്പോലെ ആകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ശുശ്രൂഷിക്കുന്നവനെ പോലെ. ലൂക്കോസ് 22:26. അടുത്ത ചോദ്യം, ഇസ്കറിയോത്ത യൂദ ആരോടാണ് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചത്? ഉത്തരം മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും. ലൂക്കോസ് 22:4. അടുത്ത ചോദ്യം, വിഷാദത്താൽ ഉറങ്ങിയവർ ആരാണ്? ഉത്തരം ശിഷ്യന്മാർ. ലൂക്കോസ് 22:45. അടുത്ത ചോദ്യം, യേശുവിനെ പിടിച്ച് ആരുടെ വീട്ടിലാണ് കൊണ്ടുപോയത്? ഉത്തരം മഹാപുരോഹിതന്റെ. ലൂക്കോസ് 22:54. അടുത്ത ചോദ്യം, പത്രോസ് എവിടെ ഇരിക്കുന്നതാണ് ബാല്യക്കാരത്തി കണ്ടത്? ഉത്തരം തീവട്ടത്തിനടുക്കെ. ലൂക്കോസ് 22:55-56 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരോടാണ് പീലാത്തോസ് ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞത്? ഉത്തരം മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും. ലൂക്കോസ് 23:4. അടുത്ത ചോദ്യം, യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചവൻ ആരാണ്? ഉത്തരം ഹെരോദാവ്. ലൂക്കോസ് 23:8. അടുത്ത ചോദ്യം, യേശുവിനെ കഠിനമായി കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നവർ ആരാണ്? ഉത്തരം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും. ലൂക്കോസ് 23:10. അടുത്ത ചോദ്യം, എന്തൊക്കെ ഹേതുവായാണ് തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തത്? ഉത്തരം കലഹവും കുലയും നിമിത്തം. ലൂക്കോസ് 23:25. അടുത്ത ചോദ്യം, എന്തിനോടാണ് ഞങ്ങളെ മൂടുവിനെന്ന് പറഞ്ഞു തുടങ്ങുന്നത്? ഉത്തരം
കുന്നുകളോട്. ലൂക്കോസ് 23:30. അടുത്ത ചോദ്യം, എവിടുത്തെ തിരശ്ശീലയാണ് നടുവേ ചീന്തിപ്പോയത്? ഉത്തരം ദൈവമന്ദിരത്തിൻ്റെ. ലൂക്കോസ് 23:45. അടുത്ത ചോദ്യം, യെരൂശലേമിൽ നിന്ന് എമ്മൗസ് വരെ എത്ര ദൂരമുണ്ട്? ഉത്തരം 7 നാഴിക. ലൂക്കോസ് 24:13. അടുത്ത ചോദ്യം, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ ആരാണ്? ഉത്തരം നസ്രയനായ യേശു. ലൂക്കോസ് 24:19. അടുത്ത ചോദ്യം, മാംസവും അസ്ഥിയും ഇല്ലാത്തത് ആർക്കാണ്? ഉത്തരം ഭൂതത്തിന്. ലൂക്കോസ് 24:39. അടുത്ത ചോദ്യം, പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം തുണി. ലൂക്കോസ് 24:12. അടുത്ത ചോദ്യം, ത്രാസ് തൂക്കത്തിൻ്റെ ഒരളവ് ഇതിനൊക്കെ പറയുന്ന ഒരു പദം ഏതാണ്? ഉത്തരം റാത്തൽ. ലൂക്കോസിന് സുവിശേഷം 19:13. അടുത്ത ചോദ്യം, തൂവാല എന്നർത്ഥം വരുന്ന ഒരു പദം ഏതാണ്? ഉത്തരം ഉറുമാൽ. ലൂക്കോസ് 19:20. അടുത്ത ചോദ്യം, ലൂക്കോസ് 17 മുതൽ 21 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷി ഏതാണ്? ഉത്തരം കഴുകൻ. ലൂക്കോസ് 17:37. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ, തിരുവനന്തപുരം. പ്രിയ സിസ്റ്റർ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.